നമ്മളുടെ ഇന്നത്തെ റെസിപ്പി പാവക്ക ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാവക്ക എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തതായതുപോലെ അത്യാവശ്യം കനത്തിലാട്ടോ കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് കനം കുറച്ചിട്ടൊന്നുമല്ല, കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പ് മാത്രം ഇട്ടിട്ടാട്ടോ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പാവക്കയുടെ കയ്പ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മളിത് കട്ട് ചെയ്തിടുമ്പോൾ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പാവക്കയുടെ കയ്പ്പൊന്ന് കുറഞ്ഞു കിട്ടും. ശരിക്കും പറഞ്ഞാൽ പാവക്കയുടെ ടേസ്റ്റ് കണ്ടിട്ട് കയ്പ്പല്ലേ, അതെന്തിനാണ് നമ്മൾ കളയണത്? ഞാനത് കാരണം അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് കഴുകി വൃത്തിയാക്കി വെച്ചാൽ അതിലേക്ക് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഈ ഒരു കളറായപ്പോഴത്തേക്കും ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കോരി മാറ്റി വെച്ചതിൽ എണ്ണത്തിൽ നല്ല കുറവുണ്ട് കേട്ടോ. അപ്പോൾ പാവക്കയൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓയിലിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള ഓയിലൊന്നും ചൂടായി വന്നപ്പോൾ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ കടുകൊക്കെ റെഡിയായി വന്നപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു സൈസിലുള്ള ഒരു സവാളയായിട്ടോ ഞാൻ എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ 2 സവാളയായാലും മതിയാവും. ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാള വഴണ്ട് വരണ നേരം കൊണ്ടിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 4-5 അല്ലി ചെറിയ വെളുത്തുള്ളിയാണ് അതും, പിന്നെ 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് മാത്രം ഉലുവയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ച് മാറ്റി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് സവാളയ്ക്ക് ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ചെറിയ 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടിട്ട് കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ റെഡിയായി വന്നപ്പോൾ ഞാൻ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മിക്സ്ചറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളുടെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെയും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊക്കെ എണ്ണ തെളിയണവരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നാലേ കറക്റ്റ് ആ ഒരു പൊടികളൊക്കെ ആ ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയം എണ്ണയൊക്കെ തെളിഞ്ഞതായി ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഗ്രേവി ഒന്ന് തിക്കാവും. ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡി ആവുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ 1/2 ടീസ്പൂണിൻ്റെ നടുക്ക് മാത്രം മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ വിനാഗിരി ആട്ടോ ചേർക്കണത്, അതുകൊണ്ടിട്ടാണ് കുറച്ച് പഞ്ചസാര ഇട്ടത്. പിന്നെ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പാവക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാവക്കയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാവക്കയിലേക്കും ആ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് പിടിച്ച് കിട്ടും. എല്ലാം കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാളംപുളി പിഴിഞ്ഞൊഴിച്ചാലും മതി. അതാവുമ്പോൾ ആ ചൂടുവെള്ളം ഒഴിച്ചതിന് പകരം പുളിവെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.